വിൻസി അലോഷ്യസ് എല്ലാവർക്കും അറിയുന്ന ഒരു ആക്ട്രസ്സാണ്. വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. എനിക്കും ഇഷ്ടമുള്ള ഒരു നടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പുള്ളിക്കാരത്തിൻ്റെ കുറച്ച് വീഡിയോസ്, അതായത് ഒരു സിനിമാ സെറ്റിൽ ആ സിനിമയുടെ മെയിൻ ആക്ടറായിട്ടുള്ള ലീഡിങ് ആക്ടർ, നായകൻ, ആ ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിയോട് ചെയ്ത മോശമായി പെരുമാറിയ കുറച്ച് സാഹചര്യങ്ങൾ. അപ്പോൾ പുള്ളി ഓൾറെഡി ഡ്രഗ്സ് അടിച്ചിട്ടാണ് അവിടെ വന്നത്, അപ്പോൾ ഡ്രഗ്സ് അടിച്ചിട്ടാണ് എന്നോട് സംസാരിച്ചത് എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അപ്പോൾ പുറത്ത് വന്ന് പറയാൻ കാണിച്ച ആ ധൈര്യത്തിന് വലിയൊരു സല്യൂട്ടുണ്ട്. അതോടൊപ്പം അവർ വരുന്ന മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മിക്ക ആളുകളുടെയും കൂടെ അഭിനയിക്കാതിരിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും കൂടിയല്ല കേട്ടോ, മിക്ക ആൾക്കാരുടെയും കൂടെ. പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർക്കുണ്ടായ ഈ ഒരു അനുഭവം ആ നടൻ്റെ കൂടെ അനുഭവിക്കുന്ന മറ്റ് പെൺകുട്ടികൾക്കും ഭാവിയിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ നടൻ ഏതാണ്, സിനിമ ഏതാണെന്നൊന്നും പറയാമെന്ന് പറയുന്നില്ല. പക്ഷെ ആ നടൻ ഏതാണ് എന്ന് പറയാനുള്ള ഒരു ആർജവവും കൂടി ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നാലും ആ പുള്ളിക്കാരത്തേക്ക് അല്ലെങ്കിൽ ആ ചേച്ചിക്ക് അല്ലെങ്കിൽ വിൻസി അലോഷ്യസിന് വലിയൊരു സല്യൂട്ടുണ്ട്. കാരണം ഈ കാര്യം വന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിച്ചല്ലോ. പക്ഷേ അതോടൊപ്പം തന്നെ, ഇത്രയും ധൈര്യം കാണിച്ചതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ആ നായകൻ്റെ കൂടെ എത്രയോ നടിമാർ അഭിനയിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ചിലപ്പം വിൻസി അലോഷ്യസിനുണ്ടായ ഈ സാഹചര്യം, അതായത് നടൻ ഇത്ര വൃത്തികേടായിട്ട് പെരുമാറിയപ്പോൾ ഇവർക്ക് അത് ചെറുത്ത് നിൽക്കാനും പ്രതികരിക്കാനും ഉണ്ടായ ഒരു മാനസികാവസ്ഥ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണമെന്നില്ല. കാരണം ഒരു സിനിമയിലെ മെയിൻ ആക്ടർ, മലയാള സിനിമയിലെ ഒരു വലിയ നടൻ, അപ്പം ഞാനിനി എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകും, അതുകൊണ്ട് അയാൾ പറയുന്നതിന് വഴങ്ങിയേക്കാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് പെൺകുട്ടികളെങ്കിലും അയാളുടെ വലയിൽ ചെന്ന് വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നടൻ്റെ പേര് പുറത്തു പറയുകയും അയാൾക്കെതിരെ നിയമപരമായി നീങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാൾ എന്ന നിലയിൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ അതിന് വിൻസി അലോഷ്യസ് മുതിർന്നിട്ടില്ല. ഇനിയിപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമപരമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. പക്ഷെ അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ആ നടൻ്റെ പേര് വേണമെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ പറയാമായിരുന്നു, പറഞ്ഞിട്ടില്ല. അപ്പം അധികം നാളുകളൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നു. അതായത് ആ വിൻസി അലോഷ്യസിനും വിൻസി അലോഷ്യസിൻ്റെ സഹപ്രവർത്തകയ്ക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായി. കൂടാതെ സിനിമാ സെറ്റുകളിൽ, അത് പിന്നെ നടൻ്റെ പേര് പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ, കാരണം അയാളല്ലെങ്കിലോ. വിൻസി അലോഷ്യസ് അതിനകത്ത് പറഞ്ഞേക്കുന്ന പല ഇൻ്റർവ്യൂസിലും വന്ന് ഞാനത് ഉപയോഗിക്കാറുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ഒരു നടനാണ്. അപ്പം വിൻസി അലോഷ്യസിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സിനിമകളും അതിനകത്ത് നടന്മാരെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകും. പക്ഷേ നമ്മളങ്ങനെ ഗസ് വെച്ച് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ആ നടൻ്റെ പേര്, അല്ലെങ്കിൽ എനിക്ക് അത്രയും ദുരനുഭവം ഉണ്ടായ ആ നടൻ്റെ പേര് പുറത്ത് പറയാൻ വിൻസി അലോഷ്യസിന് മടിയും പേടിയുമാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് മെനക്കിടുന്നത് എന്നാണ് മറ്റൊരു ചോദ്യം. പിന്നെ വിൻസി അലോഷ്യസിന് ഈ പേര് വിൻസി അലോഷ്യസ് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സൈബർ ആക്രമണമുണ്ട്. കാരണം ഏതൊരു നടനും ആയിക്കോട്ടെ, അയാൾക്ക് ഇഷ്ടം പോലെ ഫാൻസ് അല്ലെങ്കിൽ ഇത് അടിച്ച് നടക്കുന്ന കുറേ പേരുണ്ടല്ലോ, അപ്പോൾ അവന്മാരുടെയൊക്കെ റോൾ മോഡലായിരിക്കും ഈ നടൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ളൊരു സൈബർ ആക്രമണം വിൻസി അലോഷ്യസ് നേരിടേണ്ടതായിട്ട് വരും. കാരണം ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വിൻസി അലോഷ്യസിന് വന്നിരിക്കുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പറയുന്നത്, ബാക്കി എന്താണ് പറയാത്തത്, അല്ലെങ്കിൽ വിൻസി അലോഷ്യസിന് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കമൻ്റ് ഇടുമ്പം സ്വാഭാവികമായിട്ടും ഈ നടനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന കമൻറ്റുകൾ. അപ്പം ഇപ്പം തന്നെ പേര് പറയാതെ തന്നെ പറയുമ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ആ പേരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ അത്രത്തോളം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന് പറയാൻ കാണിച്ച മനസ്സ്, അതുപോലെ തന്നെ ഇനി ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കില്ല, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ മറ്റുള്ളവർക്ക് ന്യൂസൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇനി അഭിനയിക്കില്ല എന്ന് പറയാൻ കാണിച്ച ആ ആർജവം,
അത് ആ നടൻ്റെ പേരും കൂടി പറയാൻ കാണിച്ചിരുന്നെങ്കിൽ വലിയൊരു കയ്യടിയും കൂടി നിങ്ങൾ അർഹിക്കുന്നുണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളോ ആൺകുട്ടികളോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് സിനിമയിൽ എത്തിയവരായിക്കോട്ടെ, ഇവരൊക്കെ ഒരുപക്ഷെ ഈ നടൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്നപ്പം ആ ഡ്രസ്സ് ശരിയാക്കാൻ ഞാനും കൂടി നിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞ ആ നടൻ അതിലും വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. അപ്പം അയാൾ ഇനിയും മറ്റുള്ളവരോട് ഇങ്ങനെ തന്നെ പെരുമാറും. കാരണം വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള നടിയോട് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടും ഒരു പ്രശ്നവും പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ വിൻസി അലോഷ്യസിനേക്കാളും എന്താണ് സിനിമ ഇൻഡസ്ട്രിയിൽ അത്രയും പരിചയമില്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയ ആൾക്കാരോട് പുള്ളി അങ്ങനെ പെരുമാറുമ്പം തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത പുള്ളിക്ക് എന്തായാലും വരും. അപ്പോൾ പുള്ളി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം എന്താണെങ്കിലും ഇത്രയും വന്ന് പറയാൻ കാണിച്ച ഒരു ധൈര്യം കൊള്ളാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, പ്രത്യേകിച്ച് പുറത്ത് പറഞ്ഞതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ ഗുണമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ നടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ ഈ പേര് പറയാതെ പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ വെറുതെ വന്നിങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഇത് ഞാൻ പറയുന്നത് വിൻസി അലോഷ്യസിന് ഓപ്പോസിറ്റായിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. ഇത്രയും കാര്യം ഒന്ന് പറഞ്ഞതുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യം പറഞ്ഞതുകൊണ്ടും നാട്ടുകാർക്ക് വലിയ ഉപകാരമൊന്നുമില്ല ഈ കാര്യം പറഞ്ഞതുകൊണ്ട് എന്നുള്ളതാണ് ഒരു സത്യം.